പാചകവാതക ക്ഷാമത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ ബഹളം. അദാനി ഗ്യാസ് പൈപ്പ് കണക്ഷൻ നൽകുന്നതിൽ ഗുരുവായൂരിനെ ഒഴിവാക്കിയത് ഭരണപക്ഷത്തിന്റെ വീഴ്ചയാണെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഇത് മാധ്യമശ്രദ്ധ നേടാനുള്ള ആരോപണം മാത്രമാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. ഏറെ നേരം ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ ബഹളമായി. റോഡ് വെട്ടിപ്പൊളിക്കാൻ നഗരസഭ അനുമതി നൽകാത്തതാണ് കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ടാറിംഗ് നടത്തി 2 വർഷത്തിനുള്ളിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിന് അനുമതി നൽകാനാകില്ലെന്ന് സെക്രട്ടറി അറിയിച്ചു. അനുമതി നൽകിയ സ്ഥലങ്ങളിൽ വാതക പൈപ്പ് ലൈൻ കണക്ഷൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകക്ഷാമം രൂക്ഷമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. കൗൺസിലിൽ സ്ഥിരമായി ചായ നൽകിയിരുന്നതിനു പകരം നന്നാരി സർബത്ത് നൽകിയതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ക്ഷാമം കൗൺസിൽ വരെ എത്തിയിട്ടും ഭരണപക്ഷം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭ അതിർത്തി നിർണയ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനയുടെ മാലിന്യം റോഡരികിൽ കെട്ടിക്കിടക്കുന്നതായും കൗൺസിലർമാർ പരാതിപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു.